നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഹൾക്കും നെയ്മർ ജൂനിയറും തമ്മിലൊരു ഗോളടി മത്സരമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ബ്രസീലിയൻ ഫുട്ബോളിൽ സ്റ്റിൽ ആക്റ്റീവായി കളിച്ചുകൊണ്ടിരിക്കുന്നവരിൽ ഏറ്റവും അധികം ഗോൾ അടിച്ചയാൾ ആരാണ്? ഇപ്പോഴും കളി തുടരുന്നവരുടെ കാര്യമാണ് പറയുന്നത്. നെയ്മർ ജൂനിയർക്കൊപ്പം എത്തി ഹൾക്ക് ഇന്നലെ. എന്നാൽ ഇന്ന് നെയ്മർ ഒന്നാം സ്ഥാനം തിരികെ പിടിച്ചിട്ടുണ്ട്. ഇവർ തമ്മിലുള്ളൊരു ഗോളടി പോരാട്ടം ബ്രസീലിയൻ ഫുട്ബോളിൽ നമ്മളിനി കാണാൻ പോവുകയാണ് എന്നർത്ഥം. കൊമ്പനാറ്റോ മിനെയ്റോയിൽ നെയ്മർ കളിക്കുന്നത് കമ്പനാറ്റോ പൗലിസ്റ്റ സാവോപോളയിലാണ്. ഇവിടെ കൊമ്പനാറ്റോ മിനെയ്റോയിൽ അത്ലറ്റിക്കോ മിനെയ്റോയും ടോംബൻസും തമ്മിൽ നടന്ന മത്സരത്തിൽ ഹൾക്ക് ഇരട്ട ഗോളുകൾ നേടിയിരുന്നു. ഒരു പെനാൽറ്റി ഗോളും പിന്നെ ഒരു ഫ്രീ കിക്കിലൂടെ കിടിലൻ ഗോളും. അതോടുകൂടി അദ്ദേഹം നെയ്മർ ജൂനിയറുടെ ടോട്ടൽ സീനിയർ കരിയർ ഗോളിനൊപ്പം എത്തിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 439 ഗോളുകളാണ് നെയ്മർ ആ ഘട്ടത്തിൽ സീനിയർ കരിയറിൽ നേടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നെയ്മർ കളിക്കാനിറങ്ങി, വീണ്ടും ഗോളടിച്ചു. 440 ഗോളുകളുമായിട്ട് നിലവിൽ ബ്രസീലിയൻ ഫുട്ബോളേഴ്സിൽ ആക്റ്റീവായിട്ട് കളിക്കുന്നവരിൽ ഏറ്റവും അധികം ഗോളിൻ്റെ റെക്കോർഡ് സ്വന്തം പേരിലേക്ക് വീണ്ടും പിടിച്ചിട്ടുണ്ട്. നെയ്മർ ജൂനിയർ സാൻഡോസിനായിട്ടുള്ള തൻ്റെ തിരിച്ചുവരവിലെ ആദ്യ ഗോളാണ് ഇന്ന് നേടിയത്. 2025 ആദ്യ ഗോളാണ്. കൊമ്പനാറ്റോ പൗലിസ്റ്റയിലെ 54ാമത്തെ ഗോളാണ്. അദ്ദേഹം നേരത്തെ 2013 വരെ അവിടെ കളിച്ചിട്ടുണ്ടല്ലോ. അതോടൊപ്പം തന്നെ 137ാമത്തെ ഗോളാണ് സാൻഡോസ് FC വേണ്ടി അദ്ദേഹം നേടിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ക്ലബ് കരിയറിലെ 361ാമത്തെ ഗോള്, സീനിയർ കരിയറിലെ 440ാമത്തെ ഗോള്. ഹൾക്കിന് അദ്ദേഹം ഒരു ഗോളിന് മറികടന്നിരിക്കുന്നു എന്നർത്ഥം. ഏതായാലും ഹൾക്കും നെയ്മറും തമ്മിലുള്ള പോരാട്ടം തുടരുമെന്ന് തന്നെ വേണം കരുതാൻ. 38 വയസ്സായി കഴിഞ്ഞു ഹൾക്കിന്. ബട്ട് സ്റ്റിൽ അദ്ദേഹം മികവിൽ തന്നെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.